ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ബീഡ്സാണ്. ഇത് ഞാൻ ഗ്രൂപ്പിലിട്ട സമയത്ത് കുറച്ച് പേര് ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡുകളും മാലകളും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ളൊരു വയർ ഹെയർ ബാൻഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഹെയർ ബാൻഡിൻ്റെ രണ്ടറ്റത്തും വെക്കാനായിട്ട് എൻ്റെ വീടും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് വൈറ്റ് പേൾ ബീഡ്സ് ആണ്. ഇത് 6mm സൈസിലുള്ളതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കളർ ബീഡ്സ് എടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൾട്ടി കളറിൽ വരുന്ന ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഒരു ബീഡ്സാണ്. പേസ്റ്റൽ കളറിലാണ് ഇത് വരുന്നത്. പിന്നെ അത് അടുത്തതായിട്ട് നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു പുതിയ ഐറ്റം ബീഡും എടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് B7000 ഗ്ലൂ അതല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം നമ്മൾ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എൻഡ് ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു എൻഡ് ബീഡിന് പകരം എൻഡ് ടേപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വൈറ്റ് പേൾ ബീഡ്സ് ഇതുപോലെ ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 18 ബീഡ്സാണ് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കോർത്തതിന് ശേഷം നമ്മുടെ ഈ ബീഡ്സ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ബാൻഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ബീഡ്സ് ഇതുപോലെ നീക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പുതിയ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൾട്ടി കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കളറും മാറി മാറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ നമ്മുടെ പുതിയ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ബീഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര അളവിലാണോ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ബീഡ്സ് വേണ്ടത് അത്രയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതുപോലെ കളർഫുൾ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇത്രയും അളവിൽ നമ്മുടെ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇനി നമുക്ക് ആ ബീഡ്സ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ B7000 വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബീഡ്സിന് ഈ ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഹെയർ ബാൻഡിൽ നമ്മുടെ ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ബീഡ്സിനെ ഇതുപോലെ നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ഗ്യാപ്പിൽ ഈ ഒരു ചെറിയ റൗണ്ട് ബീഡ്സ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള പേൾ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ എൻഡിൽ നമ്മുടെ എൻഡ് ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതുപോലെ മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.